ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ഫെസ്റ്റിവൽ. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാഷ്ടമി ദിനത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് തയ്യാറാക്കിയത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി നമ്മുടെ ഈ ഒരു ബേസൻ ലഡു, അതായത് നമ്മുടെ കടലമാവ് കൊണ്ട് തയ്യാറാക്കുന്ന ഈ ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഒരു വലിയ ബേസിൻ എടുക്കാം. അതിലോട്ട് ഒരു 2.25 കപ്പ് നമ്മുടെ കടലപ്പൊടി ചേർക്കാം. നമ്മൾ സാധാരണ ഞുറുക്കും മിക്സറൊക്കെ തയ്യാറാക്കുന്ന കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 2.25 കപ്പ് നമ്മൾ ചേർത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്ത പാല് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ആ ഒരു മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ പാലും നെയ്യും കൂടെ യോജിച്ച് വരുമ്പോൾ ചെറിയ തരിയായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ആദ്യം ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഡു നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നല്ലൊരു തരിതരിപ്പ് ഉണ്ടാകുന്ന ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു പാൻ എടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ആ വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് ലയിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു ബോയിൽ വന്ന് നല്ലൊരു വൈറ്റ് കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോക്കിക്കോളൂ, ഏകദേശം ഒരു വൈറ്റ് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വൈറ്റ് ടെക്സ്ചർ ഫുള്ള് നല്ല ബബിൾസ് ഒക്കെ വന്ന് നോക്കിക്കോളൂ, നല്ലൊരു വൈറ്റ് ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കൈ തോരാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൈ തോരാതെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കട്ടിയായി വരും കേട്ടോ. കട്ടിയായി വന്നതിന് ശേഷം ഓട്ടോമാറ്റിക് ഇത് പൊടിഞ്ഞ് വരും. നന്നായിട്ട് സ്പാച്ചുല വെച്ച് ഉടച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഈ ഒരു ബുറ നമ്മൾ പുറമിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അതിലും ഭേദം നമ്മൾ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഈ ഒരു രീതിയിൽ. അപ്പം നമുക്ക് നന്നായിട്ട് സ്പാച്ചുല വെച്ച് നന്നായിട്ട് ഉടച്ച് തന്നെ നമുക്ക് ഒന്ന് പൊടിച്ചൊന്ന് എടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫാണേ. ഫ്ലെയിം ഈ സമയത്ത് ഓൺ ആക്കല് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓഫാക്കി തന്നെ ആ ഒരു പാൻ്റെ ചൂടത്ത് തന്നെ ഇത് നന്നായിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കുക കേട്ടോ. സ്പാച്ചുല വെച്ച് നിങ്ങൾക്ക് പൊടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ സ്മാഷർ വെച്ച് തന്നെ നമുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോളൂ, നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ ഈ ഒരു ബുറ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റിന് വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പൊടി എടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ആ ഒരു തരിപ്പ് രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കടലപ്പൊടി കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തരിപ്പുള്ള ഭാഗം എല്ലാം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. കട്ടയുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിന് ശേഷം നോക്കിക്കോളൂ, കട്ടയുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യിലോട്ട് ഈ ഒരു കടലമാവ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു 1/2 കപ്പ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലോട്ട് കടലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലൊരു എറോമയും നല്ലൊരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൊടുക്കുകയൊന്നും ചെയ്യില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ ഇത് ലൂസായുള്ള ടെക്സ്ചറിലോട്ട് ഒന്ന് മാറി വരും. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് ആക്കിയെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം ടെക്സ്ചർ തന്നെ മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ നെയ്യ് റിലീസായി നന്നായിട്ടൊരു കുഴഞ്ഞ് ആ ഒരു പരുവത്തിലാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നോക്കിക്കോളൂ, അടുത്ത ടെക്സ്ചറിലോട്ട് മാറിക്കഴിഞ്ഞു. ഏകദേശം കുഴഞ്ഞ് വരുന്ന ആ ഒരു ടെക്സ്ചറിലോട്ട് ആയിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 to 15 മിനിറ്റോളം സമയമെടുക്കും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ.
കടലമാവ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് മാവെല്ലാം നന്നായിട്ടൊന്ന് സ്റ്റിക്കി ഫോമിലോട്ട് ആയി വരുന്നുണ്ട്. റിലീസ് ആയി വരുന്ന ആ ഒരു സ്റ്റേജാണ്. നമ്മൾ ഈ ഒരു കടലമാവ് ഇതുപോലെ നന്നായിട്ട് വറുത്തില്ലെങ്കിൽ നമ്മൾ ലഡു തയ്യാറാക്കിയതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു പച്ച ചൊവയും ഉണ്ടാവും. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഒരു സ്റ്റിക്കി ഫോമിലോട്ട് സ്റ്റക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം എന്നുള്ള പറയുന്നത്. ഈ ഒരു ഫോം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഗ്യാപ്പ് വിട്ട് ഒരു 2 to 3 തവണ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. നോക്കിക്കോളൂ, അധികം വെള്ളമൊന്നും ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. സ്പ്രിങ്കിൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കിന് ഏകദേശം നന്നായിട്ട് നോക്കിക്കോളൂ, ആ ടെക്സ്ചർ മാറി വരുന്നത് ഒരുമാതിരി തരിതരിപ്പുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചർ ആയി കിട്ടുന്നത്. ഈ ഒരു സ്റ്റേജ് ആവുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം കൈ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു 2 to 3 തവണ ഒന്ന് ചെയ്തോളൂ കേട്ടോ. വെള്ളം ഒന്ന് തളിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് ഉടച്ചുടച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 to 3 മിനിറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഏകദേശം ടെക്സ്ചർ നല്ല തരിതരിപ്പുള്ള ടെക്സ്ചർ ആയതിനു ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേ സ്പീഡിൽ തന്നെ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സെയിം പാനിലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസസ് ഉണ്ട്, കളറും ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ കൈ ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ലുക്ക് വാം വാട്ടർ എന്ന് പറയില്ലേ, ആ ഒരു വാം ടെക്സ്ചറിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ കൈ ഇതുപോലെ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂടാണുള്ളത്. അധികം തണുക്കാനും പാടില്ല, ഡിപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കായ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ ഒരു മാവിലോട്ട് പഞ്ചസാര പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്പാച്ചിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച്, അതായത് നമുക്ക് എത്ര വലിപ്പമുള്ള ലഡു വേണം ആ ഒരു വലിപ്പത്തിൽ നമുക്ക് ലഡു ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് ലഡു തയ്യാറാക്കിയിരിക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നോക്കിക്കോളൂ, വളരെ സൂപ്പറായിട്ട് നമ്മുടെ ഈ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ലഡു ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന നമ്മുടെ കടലമാവ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ലഡു നമ്മുടെ ഉണ്ണിക്കണ്ണനെ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വാക്കുകളൊന്നുമില്ല, നല്ല മെൽറ്റ് ഇൻ മൗത്ത് ആണ്. വായിലിട്ട അല്ലെങ്കിൽ പോകും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു ആണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, എന്ത് സോഫ്റ്റാണ് പുറമിൽ നിന്ന് കാണുമ്പം, ഉള്ളിൽ നല്ല ഒരു തരിതരിപ്പുള്ള ടെക്സ്ചറാണ് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുകയാണ്. നോക്കിക്കോളൂ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. വളരെ ടേസ്റ്റി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കടലമാവ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ലഡു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഇത്തവണത്തെ ജന്മാഷ്ടമി നമ്മുടെ ഈ ഒരു ബേസനും കൊണ്ട് തയ്യാറാക്കുന്ന കടലമാവ് കൊണ്ട് തയ്യാറാക്കുന്ന ലഡുവും കൊണ്ട് തന്നെ ആവാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.